അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ വരയ്ക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും, വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. 5 ബേസിക് ആയിട്ടുള്ള ടിപ്സ് മാത്രമാണിത്. വേറെയും ഒത്തിരിയധികം ടിപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു ടിപ്പാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് സാധനം അല്ലെങ്കിൽ എന്ത് നമ്മൾ വരച്ചോട്ടെ, ഇപ്പോൾ ഏത് മെറ്റീരിയലിലും ആയിക്കോട്ടെ, A4 അല്ലെങ്കിൽ ഷീറ്റോ ക്യാൻവാസോ അങ്ങനെ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഏത് മെറ്റീരിയൽ വരച്ചാലും നമ്മൾ സെൻറ്ററിലായിട്ട് വരയ്ക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. കാരണം സെൻറ്ററിലായിട്ട് വരയ്ക്കുമ്പോഴാണ് ആ ചിത്രത്തിൻ്റെ ഭംഗി കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമുക്കല്ലെങ്കിൽ കാണുന്നവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സെൻറ്ററിൽ വരയ്ക്കുമ്പോഴാണ്. സെൻറ്ററിൽ വരയ്ക്കുമ്പോൾ തന്നെയാണ് ഒരു പടത്തിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ ഒരു പ്രപ്പോർഷൻ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് ആകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫ്ലവറാണിപ്പോൾ നമ്മൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുമെങ്കിൽ ഒരു സൈഡിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചസോ അതും ഇതൊക്കെ വന്നു കഴിയുമ്പം ഫുള്ള് ഒരു സ്ഥലമില്ലാത്ത പോലെ ആകും. അപ്പോൾ സെൻറ്ററിൽ നിന്നാണ് വരച്ച് തുടങ്ങുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എവിടേക്കാണ് പ്ലേസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടേക്കാണ് അത് കൃത്യമായിട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിനൊരു തിയറി പോലെയുണ്ട്, അതിൻ്റെ പേരാണ് സെൻട്രൽ ഡ്രോയിങ് തിയറി എന്നാണ് ആ തിയറി അറിയപ്പെടുന്നത്. നമ്മൾ എന്ത് വരച്ചാലും സെൻട്രലായിട്ട് വരയ്ക്കാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. അതാണ് ടിപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. നമ്പർ 2 എന്ന് പറയുന്നത് അതും സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് വരച്ചോട്ടെ, ഇപ്പോൾ ആസ് യൂഷ്വൽ ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്ത് വരച്ചാലും നമ്മളിപ്പോൾ ഒരു ബൗണ്ടറി ഇട്ട് വരയ്ക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ബൗണ്ടറി ഇട്ട് നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്താലും അതിന് കൃത്യമായ ഒരു രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചട്ടക്കൂട എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഒരു കൃത്യമായ ബൗണ്ടറി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഉണ്ടാകുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ഇപ്പം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അത് നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് കൃത്യമായി ക്ലീനായിട്ട് നമുക്ക് ബാക്കിയുള്ളവരേക്ക് എക്സാക്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളിപ്പം ഒരു വീട് പണിയുകയെന്ന് വിചാരിച്ചോ, നല്ല അടിപൊളി ഒരു വീടാണ് നമ്മൾ പണിതത്. പക്ഷേ അതിന് ചുറ്റും നമ്മൾ മതിലൊന്നും കെട്ടിയില്ല, ബൗണ്ടറി ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല, ചുമ്മാ ഒരു ഓപ്പണായിട്ട് കിടക്കുവാണെങ്കിൽ ആ വീട് കാണാൻ വല്ല ഭംഗി ഉണ്ടാവും? ഇല്ല. അതിൽ കൃത്യമായ ഭംഗി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ബൗണ്ടറി വേണം, അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ചിത്രകലയും. ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ബൗണ്ടറി ഒക്കെ ഇട്ട് വരച്ചാലാണ് ഒരു പടം പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. ഇത് വരയ്ക്കുന്നതിൻ്റെ ടിപ്സ് അല്ല കേട്ടോ. ഇന്ന് ഇപ്പോൾ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള ടിപ്സിൽ പെടുന്നതാണിത്. അപ്പോൾ നമ്മൾ ബൗണ്ടറി ഇട്ട് വരയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കലിലേക്ക് കിടക്കാം. ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എങ്ങനെ നമുക്കിപ്പോൾ എന്ത് വേണം നമ്മൾ വരയ്ക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യമാണ്, ഒരു 2-3 കാര്യമാണ് ഇതിനകത്ത് വരാൻ പോകുന്നത്. കാരണം നമ്മൾ വരയ്ക്കുമ്പോൾ പെൻസിൽ നമ്മൾ സോഫ്റ്റായിട്ട് നമ്മൾ പെൻസിൽ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ കീപ്പ് ചെയ്യണം. കാരണം ചിലരൊക്കെ കുത്തിപ്പിടിച്ച് വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്, അതൊരിക്കലും ശരിയല്ല. കാരണം കുത്തിപ്പിടിച്ച് വരച്ച് കഴിയുമ്പോൾ ഒത്തിരിയധികം പ്രോബ്ലംസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മളിങ്ങനെ വരച്ചിട്ട് ഇപ്പോൾ തെറ്റി പോവുകയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇറൈസ് അല്ലെങ്കിൽ മാച്ചിട്ടൊന്ന് വരച്ച് കഴിയുമ്പം അതിനകത്ത് കുറച്ച് പാടുകളും അതും ഇതൊക്കെ നമ്മൾ അവശേഷിക്കും കുത്തിപ്പിടിച്ചാണ് വരയ്ക്കുന്നതെങ്കിൽ. ഞാനും അങ്ങനെ ഒരു കുത്തിപ്പിടിച്ച് വരയ്ക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ കുറച്ച് പ്രാക്ടീസിലൂടെയാണ് ഞാനത് മാറ്റിയെടുത്തത്. അതിനൊരു സിമ്പിളായിട്ടുള്ള ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെൻസിൽ പിടിക്കുന്ന കുറച്ചും കൂടി കയറ്റി പിടിക്കുക. അപ്പോൾ നമുക്ക് സോഫ്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. പെൻസിൽ സോഫ്റ്റായിട്ട് പിടിക്കുക എന്നുള്ളതാണ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത്. സോഫ്റ്റായിട്ട് പിടിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സോഫ്റ്റായിട്ട് പിടിച്ച് വരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. വലിയ കാര്യം തെറ്റിപ്പോയാലും നമുക്ക് സോഫ്റ്റായിട്ടാണ് പിടിക്കുന്നതെങ്കിൽ മാച്ചിട്ടൊക്കെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അല്ല എങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ് കുത്തി പിടിച്ച് വരച്ചിട്ട് മായ്ക്കുക എന്നുള്ള പരിപാടി. മായ്ച്ച് കഴിഞ്ഞാലും കുറേയൊക്കെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് കറക്റ്റായിട്ട് നമുക്ക് ക്ലാരിറ്റിയിൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കുകയില്ല. അതാണ് ടിപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്. നമ്മൾ സോഫ്റ്റായിട്ട്. ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എന്ത് കാര്യമായിട്ട് ചെയ്യുന്നത് ഇപ്പോൾ വരയ്ക്കുക തന്നെയാണെന്ന് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത്, അതിനു മുമ്പ് നമ്മളൊന്ന് നമ്മുടെ ഈശ്വരനോടൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഈ ചെയ്യുന്നതൊന്ന് ശരിയാകണേ, അല്ലെങ്കിൽ യാതൊരു കുഴപ്പവും കൂടാതെ വരയ്ക്കാനായിട്ട് സാധിക്കണേ, എനിക്കത് വരയ്ക്കാനായിട്ട് സാധിക്കണേ, വലിയ കുഴപ്പങ്ങളൊന്നും കൂടാതെ തെറ്റിയൊന്നും പോകാതെ കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് സാധിക്കണേ എന്നൊന്ന് നമ്മൾ മനസ്സിലൊന്ന് വിചാരിക്കണം. നമ്മളിപ്പോൾ ഡയറി മിൽക്കിൻ്റെ പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്, ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് മധുരം കഴിക്കണം എന്ന് പറയുന്നത് പോലെ. അതാണ് നമ്മുടെ ഡയറി മിൽക്കിൻ്റെ പരസ്യം. അതുപോലെ തന്നെയാണിതും. നമ്മളിപ്പോൾ എന്ത് കാര്യം ഏത് സൃഷ്ടിയുമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പടം വരയ്ക്കുക തന്നെയാണെന്ന് ഒരു നിർബന്ധവുമില്ല. വേറെ എന്ത് കാര്യമായിക്കോട്ടെ, വേറെ എന്തുമാകാം.
അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് എല്ലാത്തിനും മുമ്പ് നമ്മൾ ഒരു സെക്കൻഡ്, ഒത്തിരി നേരമൊന്നും വേണ്ട, ഒരേ ഒരു സെക്കൻഡ് മതി, ഒന്ന് പ്രാർത്ഥിക്കണം. ഈശ്വരനോടൊന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഒന്ന് നന്നാവണേന്ന് മാത്രം ഒരു സെക്കൻഡ് നമ്മളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അന്നേരമായിരിക്കും നമ്മൾ ചെയ്യുന്നത് എക്സാക്റ്റ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. എനിക്ക് അനുഭവമുള്ളതാണ് കേട്ടോ. ഇപ്പോൾ തെറ്റിപ്പോയ ഒരു ചിത്രം പോലും ഏറ്റവും ഭംഗിയായിട്ട് മാറാനായിട്ട് ഇതൊക്കെ നിങ്ങൾ ചെറിയൊരു പൊടിക്കൈയാണിത്. ഫസ്റ്റ് പറയേണ്ടതായിരുന്നു, കുഴപ്പമില്ല. നമ്മൾ ഇപ്പോൾ 4th ടിപ്പായിട്ടാണ് പറഞ്ഞത്. എനിക്കിതിന് എക്സ്പെഷ്യലി എനിക്ക് 3-4 അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ വരച്ചുകൊണ്ടിരുന്നത് തെറ്റിപ്പോയിട്ടുണ്ട്. ആദ്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ വരച്ചപ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ തെറ്റിപ്പോയില്ല അതായതെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഒടുക്കം വന്നപ്പം അത് ഞാൻ വരച്ചതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പിക്ചർ അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തു. ഏറ്റവും നന്നായിട്ട് വരയ്ക്കാനായിട്ട് സാധിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ 4th ടിപ്പ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കണം. ആൻഡ് ലാസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇത് 3ാമത്തെ ടിപ്പിനോട് ചേർന്നിട്ടുള്ള ഒരു സംഭവം തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ സോഫ്റ്റായിട്ട് പെൻസിൽ പിടിക്കണം എന്ന് പറയുന്നതിന് കൂടെ തന്നെ പറയേണ്ട ടിപ്പായിരുന്നു ഇത് നമ്മൾ ഈസി ഗോയിങ് ആയിട്ട് പെൻസിൽ പിടിക്കണം. എന്ന് വെച്ചാൽ ഫ്ലോയിൽ നമുക്ക് വരയ്ക്കണം. നമ്മൾ എന്ത് വരച്ചാൽ, ഇപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ വരച്ചതിൻ്റെ മുകളിലൂടെ വീണ്ടും വരച്ച് അതൊരു എന്താ പറയുക, നമ്മുടെ ഒരു ക്ലാരിറ്റിയിൽ ഒരു ഷാർപ്പ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ഫിഗർ ഫീൽ ചെയ്യാതെ മൊത്തം ഒരു കടുപ്പിച്ച് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ വരയ്ക്കും, നമ്മൾ ഈസി ഗോയിങ് ഫ്ലോയിൽ നമ്മൾ വരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ചിലരൊക്കെ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഒരു സർക്കിൾ അല്ലെങ്കിൽ വൃത്തം നമ്മളോട് വരയ്ക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? വരയ്ക്കും. എല്ലാവരും വരയ്ക്കും. ഇപ്പോൾ അതിന് ഷേപ്പ് ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല, എല്ലാവരും തന്നെ വരയ്ക്കുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു സർക്കിളാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പിന്നെ നിങ്ങൾ കാരണം നിങ്ങൾ വരച്ചിട്ട് പകുതി വരച്ച് വീണ്ടും വരച്ച് അങ്ങനെ ഒരിക്കലും വരയ്ക്കരുത്. അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താണോ വരയ്ക്കുന്നത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ക്ലാരിറ്റി അല്ലെങ്കിൽ ഷാർപ്പ്നെസ് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഫ്ലോയിൽ നമ്മൾ വരച്ച് പഠിക്കണം. അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ പെൻസിൽ കുറച്ചും കൂടി കയറ്റി പിടിച്ച് കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അതിന് എക്സാമ്പിൾ നിങ്ങൾ 8 വരച്ച് ട്രൈ ചെയ്യുക. 8 സർക്കിൾസ് അല്ലെങ്കിൽ ബോക്സസ് ഒക്കെ നിങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് മതി, റഫ് പേപ്പറിൽ ചുമ്മാ ഒന്ന് വരച്ച് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ അവസാനത്തെ ടിപ്പായിരുന്നു, അവസാനത്തെ ടിപ്പാണ് ഈ പറഞ്ഞ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റായിട്ട് പെൻസിൽ പിടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈസി ഗോയിങ് അല്ലെങ്കിൽ ഫ്ലോയിൽ നമ്മൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് നമ്മുടെ 5th ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ ടിപ്പും ബേസിക് ആയിട്ടുള്ള ടിപ്സ് മാത്രമാണ്. ഇത് അധികം ഡീപ്പനിങ് ആയിട്ടുള്ള ടിപ്സ് ഒന്നും അല്ല. നമ്മളിപ്പോൾ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3-4 ടിപ്സൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നതുമാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി നിങ്ങൾ രേഖപ്പെടുത്തണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ കമൻറ്റും കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുകയുള്ളൂ ഞാനിപ്പോൾ എന്തോരം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്താൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.